നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് മാഞ്ചസ്റ്റർ സിറ്റിയും റയൽ മാഡ്രിഡും തമ്മിൽ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്ലേ ഓഫ് രണ്ടാം പാദത്തിൽ സാന്റിയാഗോ ബെർണാബോയിൽ വെച്ച് ഏറ്റുമുട്ടുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പെപ്പിനോട് നമ്മുടെ ബെല്ലിങ്ങാമിൻ്റെ വിവാദമുണ്ടല്ലോ, കഴിഞ്ഞ ലാലിഗ മത്സരത്തിൽ റഫറിയോട് എഫ് വേർഡ് പറഞ്ഞു എന്നുള്ളത്. ആ എഫ് പിന്നെ സ്റ്റാർ കെ എനിക്കറിയാമല്ലോ, ഞാൻ അത് വിശദീകരിക്കുന്നില്ല. അത് പറഞ്ഞ് ഇനിയിപ്പം വേറെ പ്രശ്നം വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് ഇത് ഇങ്ങനെ വാക്കുകൾ ഉപയോഗിക്കുന്ന ചാനലാണെന്നൊരു തോന്നൽ വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ആ വാക്ക് പറഞ്ഞിട്ട് പിന്നെ യു എന്നാണോ ഓഫ് എന്നാണോ ബെല്ലിങ്ങാം പറഞ്ഞത് എന്നുള്ളതാണല്ലോ വിവാദം. റഫറി റിപ്പോർട്ട് കൊടുത്തു യു എന്ന് പറഞ്ഞു എന്നാണ്. ബെല്ലിങ്ങാം പറഞ്ഞു ഞാൻ അങ്ങനെ യു പറഞ്ഞിട്ടില്ല, എഫ് പറഞ്ഞതിന് ശേഷം ഞാൻ ഓഫ്, സ്വയം എന്നോട് തന്നെ ഒരു നിരാശ പ്രകടിപ്പിച്ചതാണ്. അപ്പോൾ പിന്നെ ആഞ്ചലോട്ടിയും മറ്റുമൊക്കെ പറഞ്ഞു ബെല്ലിങ്ങാമിൻ്റെ ഇംഗ്ലീഷ് റഫറിക്ക് മനസ്സിലാവാത്തതാണ് പ്രശ്നമായത് എന്നാണ്. ഏതായാലും ഇപ്പോൾ പെപ്പിനോട് ചോദിച്ചു. പെപ്പ് ഇതൊക്കെ വളരെ രസകരമായിട്ട് മറുപടി പറയുന്ന ആളാണ്, നമുക്കറിയാമല്ലോ. എന്ത് ചോദിച്ചാലും രസകരമായ മറുപടി അദ്ദേഹത്തിന് വരും. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഇപ്പോൾ ഇതിൽ ഈ വിഷയത്തിൽ എൻ്റെ ഇംഗ്ലീഷ് കുറച്ച് നല്ലതാണ്, കാരണം അതേ ഇംഗ്ലണ്ടിലാണല്ലോ, ആൾ സ്പാനിഷ് ആണെങ്കിലും ഇപ്പോൾ ഇംഗ്ലണ്ടിലാണ്, അതാ പറയുന്നത്. എൻ്റെ ഇംഗ്ലീഷ് നല്ലതാണ്, അപ്പം എനിക്ക് പക്ഷേ ഈ എഫ് പറഞ്ഞിട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ യു എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ വ്യത്യാസം എനിക്കങ്ങ് മനസ്സിലായിട്ടില്ല. സോ എനിക്ക് കുറച്ചുകൂടി സമയം തരണം ഇംഗ്ലീഷ് ഒന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ എനിക്ക് ഒന്നുകൂടി പ്രോപ്പറായിട്ട് ഇതിൻ്റെ വ്യത്യാസം ചിലപ്പോൾ മനസ്സിലായിക്കോളും. അതാണ് അദ്ദേഹം ഇമ്മീഡിയറ്റ്ലി പ്രതികരിച്ചത്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ ജൂഡ് ബെല്ലിങ്ങാമിനോട് ചോദിക്കണം എന്താണ് അതിൻ്റെ ഒരു ഇൻറ്റൻഷൻ എന്നുള്ളത്. ഈ എഫ് വെച്ച് യു പറഞ്ഞാലും ഓഫ് പറഞ്ഞാലും അത് തീർച്ചയായിട്ടും നമ്മളത് കൗണ്ട് ചെയ്യേണ്ടത് ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതാണ്. ദാറ്റ്സ് വാട്ട് മാറ്റേഴ്സ്. മേ ബി ഇപ്പോൾ ഇങ്ങനെ എഫ് ഒന്നും പറയേണ്ടെന്ന്, നിങ്ങൾക്കൊരാളുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചാൽ, ചിരിയിലൂടെ വേണമെങ്കിൽ നിങ്ങൾക്കൊരാളെ അസൾട്ട് ചെയ്തുകൂടെ? അപ്പോൾ അതൊക്കെ സംഭവിക്കും. സോ ഇതിൽ നമ്മൾ ബെല്ലിങ്ങാമിനോട് തന്നെ ചോദിക്കണം എന്താണ് ഇൻറ്റൻഷൻ എന്നുള്ളത്. പിന്നെ ഈ കാര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് റഫറിയുമായി ബന്ധപ്പെട്ടൊരു ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ വരുന്നുണ്ടെന്ന് കേട്ടു. അത് പക്ഷേ ഈ വാക്ക് പറഞ്ഞതിൻ്റെ പുറകിലുള്ള ഇൻവെസ്റ്റിഗേഷൻ അല്ല, അത് ഡബിൾ ഇൻട്രസ്റ്റ് വേറെ വിഷയമാണ്. ഏതായാലും ആ റഫറിക്കെതിരെ ഇൻവെസ്റ്റിഗേഷൻ RFEF പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പെപ്പ് പറയുകയാണ്, ഇൻവെസ്റ്റിഗേഷൻ റഫറിക്കെതിരെ വന്നു എന്ന് ഞാൻ വായിച്ചു. വാവ്, കമോൺ, റഫറിയെ വെറുതെ വിടൂ, അദ്ദേഹത്തെ വെറുതെ വിടൂ. തീർച്ചയായിട്ടും അതായിരിക്കും നമുക്കിവിടെ ചെയ്യാനുള്ള ബെസ്റ്റായിട്ടുള്ള കാര്യം. ലീവ് ഹിം എലോൺ എന്നാണ് ആ വിഷയത്തിൽ പെപ്പിൻ്റെ പ്രതികരണം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.